വാ. ആന്റി. ആ വാ. എന്താ ഇത്? എന്താ ഇത് ആന്റി? എന്താ? സാരമില്ല, നീ പേടിക്കണ്ട, അറിയാതെ. ആന്റി എന്താ ആന്റി? പോടാ, എടാ പോവാൻ. ആന്റി പോടാ അവിടുന്ന്. കരയുന്നു കഴുതക്കുട്ടി. പേടിച്ചു പോയ മോള്. എന്താ ആന്റി പറ്റിയേ? പിന്നെ വന്നല്ലവൻ. പോടാ. ഈ മാല കണ്ടില്ലേ? ആന്റി തന്നതാ. എപ്പോ? ഇന്ന്. ഇന്നെന്താ വിശേഷം? അതേ, ഞാനിപ്പോ വലിയ പെണ്ണായില്ലേ? ഇല്ലല്ലോ, രാവിലെ കണ്ടത്ര തന്നെ ഉള്ളൂ. ഓ, ഈ വിനു ആന്റിക്ക് പണ്ട് ആന്റിയുടെ അമ്മ കൊടുത്താണത്രേ. വൈരാണ്, നല്ല വില ഉണ്ടാവില്ലേ വിനു? ഉണ്ടാവുമായിരിക്കും. അനി, ഇനി മോൾ ആന്റിയുടെ കൂടെ കിടന്നാ മതി. പിന്നെ ഇനി അവളും കൂടെ ഇവിടെ കിടന്നോട്ടെ. അല്ലെങ്കിലേ മോള് വലുതായതാ, എപ്പോഴാ കുരുത്തക്കേട് തോന്നുന്ന അറിയില്ല. അല്ല, എന്താ നീ കിതാബൊക്കെ തുറന്നു വെച്ചോണ്ട് അതിനെ കുത്തിയിരിക്കണ്?
കുട്ടികൾക്ക് കുറച്ചുകൂടി ഉടുപ്പുകൾ വാങ്ങണം. അതിനുള്ള ചില ഡിസൈനുകൾ നോക്കുകയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ നിങ്ങൾ നമ്മളെ ഇടങ്ങാറാക്കരുത്. അതെന്താ? ആ, അന്ന് കുട്ടികൾക്ക് ഉടുപ്പ് വാങ്ങിക്കാൻ നിങ്ങൾ കുറിപ്പ് എഴുതി തന്നല്ലോ. എന്റെ പടച്ചതമ്പുരാനെ, എന്തെല്ലാം ജാതി പേരാണ്, അളവാണ് നിങ്ങൾ അതിൽ എഴുതിയിരിക്കുന്നത്. വാങ്ങിക്കാൻ ചെന്ന നമ്മളും വിൽക്കാൻ നിൽക്കണ കടക്കാരനും വായിച്ച് ഒരുപോലെയാണ് സ്വീപ്പാൻ. അല്ല, പറ്റാത്ത വാങ്ങിക്കൊണ്ടുവന്ന നിങ്ങൾ തൊള്ള തോണി പറഞ്ഞ് നമ്മള് കേൾക്കണല്ലോ. അല്ല, അല്ലെങ്കിൽ കാറ്റീന്റെ നടുവ് കിടക്കുന്ന നിങ്ങൾക്ക് എന്തിനാ കോളേജ് കുട്ടികളെ ജയിലിക്കുള്ള കുപ്പായങ്ങൾ? കാടായാലും നാടായാലും ഡ്രസ്സുകൾ നന്നായിരിക്കണം, അപ് ടു ഡേറ്റ് ആയിരിക്കണം. ആയിക്കോട്ടെ ആയിക്കോട്ടെ. പിന്നെ ഇക്കുമത്ത് പിടിച്ച പേരെഴുതി തരാഞ്ഞാ മതി. കഴിഞ്ഞ തവണ വിറ്റേന്റി മാങ്ങിന്റെ കണക്കൊന്നും ഞമ്മളൊന്ന് പറഞ്ഞിട്ടില്ല. കണക്ക് കാതർ വെച്ചാ അതൊന്നും പറ്റൂല. അന്ന് വാഴക്കൊല വിറ്റ വകയില് കുട്ടികൾക്ക് തുണിയും കുപ്പായോ, പിന്നെ ഇങ്ങളെ മറ്റവനും കഴിച്ച് ബാക്കി ഇങ്ങക്കാണ് തരാൻ. ഇതാ പിടിച്ചോളി. എനിക്ക് കുറച്ചുകൂടി സാധനങ്ങൾ വേണം ഖാദർ, അത് കഴിച്ചു മതി. ആയിക്കോട്ടെ. എന്താ നോക്കുന്നേ? മീശ. അഞ്ചെട്ടെണ്ണുണ്ട്. ആന്റി പറയാണ് ഇനി പഴയ പോലെ കുട്ടിക്കളി ഒന്നും പാടില്ല, അടങ്ങിയും ഒതുങ്ങിയും കഴിയണമെന്ന്. അപ്പോ അനി ഇത്രയും നാൾ ചാടി നടക്കായിരുന്നു? വിനു വലുതാവുമ്പോ മേത്രങ്ങളിലെ പോലെ വലിയ മീശ വെക്കോ? എനിക്ക് അങ്ങനത്തെ മീശ ഇഷ്ടം. അയ്യേ വിനു. എടാ, നീ അപ്പുറത്തോട്ട് പോടാ ഇറക്കാം. മുതിർന്ന പെണ്ണ ഇവിടെ കുളിക്കുന്നേ.
ഞാനിപ്പോ ശരിക്കും പഠിച്ചു. ഇതേ കണ്ട. എന്താ നോക്കുന്നേ?